കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായി തുടരുന്നത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി വിജീഷ് ചേരുന്നു. വിജീഷ്, കുട്ടനാട്ടിൽ നമുക്കറിയാം വളരെ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. അവിടെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കിഴക്കൻ വെള്ളത്തിൻ്റെ ശക്തമായ വരവിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുകയാണ്. കുട്ടനാട്ടിലെ നീരേറ്റുപുറം, മങ്കൊമ്പ്, നെടുമുടി, കാവാലം, വിയ്യപുരം, എടത്വ, തലവടി എന്നിവിടങ്ങളിൽ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ ഇടർ റോഡുകൾ അടക്കം മുങ്ങിയ അവസ്ഥയിലാണ്. വീടുകൾ വെള്ളം കയറിയതിനെ തുടർന്ന് പലരും അവരുടെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 41 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 1986 പേർ ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഈ പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ ആറുകളിലെത്തുന്ന വെള്ളമാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിലേക്ക് എത്തിക്കുന്നത്. ഈ വെള്ളം കടലിലേക്ക് ഒഴുകുന്നതിനായി തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും അന്തകനഴി പൊഴിയും തുറന്നിട്ടിരിക്കുകയാണ്. ഇതിലൂടെ നല്ല രീതിയിൽ വെള്ളം കടലിലേക്ക് ഒഴുകി മാറുന്നത് കുട്ടനാട്ടിന് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. തിരുവല്ല അമ്പലപ്പുഴ റോഡിൽ നെടുമ്പ്രം ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ അതിൽ കൂടെയുള്ള ബസ് ഗതാഗതം നിലച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ AC റോഡിലും പല ഭാഗത്തും വെള്ളം കയറിയിട്ടുണ്ട്. മഴ പെയ്യുന്നത് കുറവാണെങ്കിലും ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായി തുടരുന്നതിനാൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ഇപ്പോൾ വലിയ വെള്ളപ്പൊക്ക ഭീഷണിയാണ് നിലനിൽക്കുന്നത്. അനന്തു.